ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തക പഠനം 10-ാം അധ്യായം, അത് അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുന്നു. തുടർന്നുള്ള ഏതാനും ചെറിയ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത് സുവിശേഷം അത് മറ്റുള്ളവരോട് പറയേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവമക്കളിൽ അത് എത്രമാത്രം ആഴമായിട്ട് നിക്ഷിപ്തമായിരിക്കുന്നു എന്നുമാണ് നാം ചിന്തിപ്പാനായിട്ട് ഇടയായത്. അപ്പോൾ തന്നെ മർമ്മം എന്ന ഒരു വാക്ക് നാം വിശകലനം ചെയ്യുവാനിടയായി. സുവിശേഷം അത് നാം പറയാതെ മറ്റുള്ളവർ കേൾക്കുകയില്ല. നാം പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ വിശ്വാസം ഉളവാകുകയുള്ളൂ. റോമാലേഖനത്തിൽ നാം അതങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ജനത്തിൽ വിശ്വാസം ഉളവാകുവാൻ അടിസ്ഥാനമായിട്ട് നാം ചെയ്യേണ്ടത് ഈ ദൈവവചനം പറയുക എന്നുള്ളതാണ്. അതാണ് യോഹന്നാനോടും ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തിച്ച് ഓർപ്പിക്കുന്നത്. ഇവിടെ 11-ാം വാക്യം 10-11 വായിക്കുന്നത്, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാന് ഇവിടെ ആയിരിക്കുന്ന സ്ഥിതി നാം മനസ്സിലാക്കണം. ശിക്ഷിക്കപ്പെട്ട് പത്മോസിൽ മരണത്തിനായിട്ട് ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനോടാണ് പറയുന്നത്, നീ ഇനി അനേക ഭാഷയോക്കാരോടും വംശക്കാരോടും ജാതികളോടും രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും ഒക്കെ പ്രവചിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നത്. ഇവിടെ യോഹന്നാൻ തൻ്റെ ജീവിതം ഇവിടെ തീർന്നു, പ്രത്യാശയില്ലാത്തവനെ പോലെ അവൻ അവിടെ കിടന്ന് കാറി നിലവിളിച്ചു. അപ്പോഴൊക്കെ ദൈവം പറയുന്നത് നാം മനസ്സിലാക്കിയതാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ജീവിക്കുന്നു എന്ന് യോഹന്നാനോട് ആദ്യം തന്നെ യേശുക്രിസ്തു പ്രസ്താവിപ്പാനിട്ടിടയായി. അവിടെ താൻ മരണഭീതിയിലായിരുന്ന സമയത്താണ് യോഹന്നാനെ ദൈവം ആ ഒരു സന്ദേശം കൊണ്ട് ബലപ്പെടുത്തുന്നത്. ഇവിടെയും യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചു. ഇനി എനിക്ക് പുറം ലോകത്ത് പോയി ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പാനായിട്ട് കഴിയത്തില്ല എന്ന് നിരൂപിച്ച സമയം വീണ്ടും യോഹന്നാനോട് പറയണം, നീ ഇനി അനേകരോട് പ്രവചിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അതിന് നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുക, ദൂതൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുക. ഉത്തരവാദിത്തം 2ആണ്. പുസ്തകം വാങ്ങുക, അത് ഭക്ഷിക്കുക. പുസ്തകം എന്താണോ നമ്മളോട് പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക. ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് നാം പ്രാഥമികമായിട്ട് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ആ പുസ്തകം വാങ്ങുക, ആ പുസ്തകത്തിലുള്ള സന്ദേശം ലഭിക്കുവാൻ തക്കവണ്ണം, ആ പുസ്തകത്തിലുള്ള സന്ദേശം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മളുടെ ശുശ്രൂഷയുടെ പ്രാഥമികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യോഹന്നാന് ഈ സന്ദേശം ഇവിടെ ഉൾക്കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ, അവിടെ നിശ്ചയമായിട്ടും പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ദൈവജനം ഉൾപ്പെടെ എല്ലാവരും സുവിശേഷം കേൾക്കണം എന്നുള്ളതാണ്. എല്ലാവരും സുവിശേഷം കേൾക്കണം. അത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അത് വലിയതായിരിക്കും എന്നും യോഹന്നാൻ മുഖാന്തരം അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഈ ചെറുപുസ്തകം വാങ്ങി അതിൻ്റെ ശുശ്രൂഷകൾ താൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ദൂതൻ പറയുന്നു, ഇനി കാലമില്ല. അപ്പോൾ അവിടെ ആ ഒരു നിലയിലാണ് ദൈവിക സന്ദേശം അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനെ നിരാകരിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ആർക്കും പഥ്യോപദേശം വേണ്ട, ആർക്കും ദൈവികമായ സന്ദേശം വേണ്ട, ബൈബിളിൻ്റെ പഠിപ്പിക്കലോ അതിൻ്റെ ചിട്ടയോ അതിൻ്റേതായിട്ടുള്ള ആദർശങ്ങളോ ലോകത്തിന് വേണ്ട. അവർക്ക് ആവശ്യമായിരിക്കുന്നത്, തെരഞ്ഞു പിടിച്ചു പോയാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നിശ്ചയമായും ഈ അങ്ങനെ തള്ളിക്കളയുന്നവരെ ശിക്ഷിക്കും എന്നുള്ള
കാര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് നാം കാതു കൊടുക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സുവിശേഷത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും അതിനോട് ബന്ധപ്പെടുത്തിയുള്ള പാഠങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, യേശുക്രിസ്തു സകലത്തിനും മീതെ ഉയർത്തപ്പെട്ട, സകലത്തിനും മീതെ ആ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ഉയർത്തപ്പെട്ട ദൈവമാണ് എന്ന് അവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇത് നമ്മൾ കാണുന്നത്, കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ എബ്രായ ലേഖനത്തിൻ്റെ ഒരു സീക്വൻസ് നമ്മൾ പരിശോധിച്ചാൽ, അതിൻ്റെ അക്രമം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കാണുന്നത് യേശുക്രിസ്തു പ്രോഫറ്റ്സിനെക്കാട്ടിലും, പ്രവാചകന്മാരെക്കാട്ടിലും, ദൂതന്മാരെക്കാട്ടിലും സുപ്പീരിയറാണ്, അല്ലെങ്കിൽ വലിയവനാണ് എന്ന് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേനും യേശുക്രിസ്തു ഒരുക്കിയ സാൽവേഷൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ, അത് സകലത്തിലും വലിയതാണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്തത് മോശയെ കഴിഞ്ഞും വലിയവനാണ് യേശുക്രിസ്തു എന്ന് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു യോശുവയെക്കാട്ടിലും വലിയവനാണ് എന്ന് നമുക്ക് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, പഴയ നിയമ വാഗ്ദത്തങ്ങൾക്കും കൽപ്പനകൾക്കും എല്ലാം മേലിലാണ് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ കൽപ്പന എന്ന് ആണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 4-ാം അധ്യായത്തിൽ യോശുവയെ കഴിഞ്ഞും വലിയവനാണ് യേശുക്രിസ്തു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഹരോനെക്കാട്ടിലും വലിയവനാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അത് വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാരെ കഴിഞ്ഞും രക്ഷിക്കപ്പെടാത്ത യഹൂദന്മാരെ കഴിഞ്ഞും ശ്രേഷ്ഠരാണ് എന്ന് നമ്മുടെ 5-ാം അധ്യായം നമുക്ക് അവിടെ വെളിവാക്കി തരുന്നു. അഹരോനെ കഴിഞ്ഞും വലിയ പൗരോഹിത്യം യേശുക്രിസ്തുവിന് ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തു നമ്മുടെ ഒരു ഫോർറണ്ണറാണ്. നമുക്ക് മുന്നമേ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രവൃത്തി ചെയ്തിരിക്കുന്ന, എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നിരിക്കുന്ന നമുക്ക് മുന്നമേ ഓടിയവനാണ് യേശുക്രിസ്തു എന്ന് അവിടെ നമുക്ക് 6-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേനും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ പഴയ നിയമ ഉടമ്പടിയെ കഴിഞ്ഞിലും ശ്രേഷ്ഠമായ പുതിയ നിയമ ഉടമ്പടി കൊണ്ട് യേശുക്രിസ്തു നമ്മെ ശക്തീകരിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവാലയം, പഴയ നിയമ ടാബർനാക്കിളിനെ കഴിഞ്ഞും പഴയ നിയമ കൂടാരത്തിനെ കഴിഞ്ഞും ശ്രേഷ്ഠമായ ഒരു ദൈവാലയം, ഒരു ടബർനാക്കിള് നമുക്കുണ്ട് എന്നവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 10-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ സാക്രിഫൈസിനെ കുറിച്ച് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ ആ ബലിയർപ്പണം, അത് എല്ലാ ബലികളെ കഴിഞ്ഞും, എല്ലാ സാക്രിഫൈസിനെ കഴിഞ്ഞും, എല്ലാ അർപ്പണങ്ങളെ കഴിഞ്ഞും ശ്രേഷ്ഠമായി ദൈവം മുന്നിൽ നമ്മെ ഓരോരുത്തരെ യോഗ്യരാക്കി തീർത്ത യേശുക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധ യാഗത്തിനെയാണ് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന അതിവിശുദ്ധമായ വഴിയാണ്. ആമേൻ, ഹല്ലേലൂയ. അത് 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൽ, അതുപോലെ തന്നെ 12-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ, നമുക്ക് ചുറ്റും വിശ്വാസികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. അവർക്ക് മുമ്പിൽ നമുക്ക് യേശുക്രിസ്തു വെച്ചിരിക്കുന്ന വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സാക്ഷ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ, അല്ലെങ്കിൽ സാക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന
ഒരു ജീവിതത്തിൻ്റെ മാതൃക നമുക്ക് അവിടെ 12-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ആമേനാലുള്ളിയ ആ നിത്യജീവൻ, അവനിലുള്ള ആ നിത്യജീവൻ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ആരിലും ഉന്നതനാണ്, യേശുക്രിസ്തു ആരിലും ശ്രേഷ്ഠനാണ്. മാനവരാശിയിൽ ഇതുപോലെ താരതമ്യം ചെയ്യുവാൻ പറ്റിയ ഒരു വ്യക്തി ഇതുവരെയും ലോകത്തിൽ മനുഷ്യനായിട്ട് പറന്നിട്ടില്ല. അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്. എന്നാൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായിട്ട് അവതരിച്ചപ്പോൾ അവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഇവിടെ ആരും ഉണ്ടായതായിട്ട് ചരിത്രമോ രേഖകളോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അവൻ സർവത്തിനും മീതെ സുപ്പീരിയറാണ്. അവൻ്റെ സുപ്പീരിയോറിറ്റി അത്രയ്ക്ക് വലിയതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സുപ്പീരിയോറിറ്റിയെ അംഗീകരിക്കാത്ത ആ സുവിശേഷം, യേശുവിനെക്കുറിച്ചുള്ള ആ സദ്വർത്തമാനം, യേശുവിനെക്കുറിച്ചുള്ള നല്ല വാർത്ത അംഗീകരിക്കാത്ത, അവൻ്റെ മഹിമയെ അംഗീകരിക്കാത്ത, അവൻ്റെ വാഴ്ചയെ അംഗീകരിക്കാത്ത, അവൻ്റെ യാഗത്തിനെ അംഗീകരിക്കാത്ത, അവൻ്റെ ശ്രേഷ്ഠ വഴികളെ അംഗീകരിക്കാത്ത, അവൻ്റെ പൗരോഹിത്യത്തിനെ അംഗീകരിക്കാത്ത, അവൻ്റെ ആ പ്രവർത്തികളെ അംഗീകരിക്കാത്ത ആരെയും ദൈവം ശിക്ഷിക്കുമെന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള ആദ്യ പാഠങ്ങൾ. അപ്പോൾ യേശുക്രിസ്തുവിനെ നാം അത് സുവിശേഷം അത് നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കേൾക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് കേട്ടേ മതിയാകുകയുള്ളൂ എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യമായ പ്രമാണമാണ്. അത് ഞാൻ മറ്റൊരു മതക്കാരനാണ്, എനിക്കത് വേണ്ട എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ വിശ്വാസസ്നാനം സ്വീകരിച്ചിട്ടില്ല, എനിക്കത് വേണ്ട എന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയത്തില്ല. ദൈവമാക്കി വച്ചിരിക്കുന്നത്, നമ്മെ ജാതികളുടെ ഇടയിലാക്കി വച്ചിരിക്കുന്നത് അവൻ്റെ സുവിശേഷത്താൽ സകലരെയും നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അബ്രഹാമിനെ ദൈവം അയച്ചത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, നിന്റെ ചാർച്ചക്കാരെയും പിതൃവാനത്തിനൊക്കെ വിട്ട് നീ പോവുക എന്ന് പറഞ്ഞപ്പോൾ വളരെ മനോഹരവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു ദേശത്തേക്കല്ല അബ്രഹാമിനെ അയച്ചത്, മറിച്ച് അവൻ്റെ ഭാര്യയെ പോലും തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ജനതയുള്ള ഒരു സമൂഹത്തിലേക്കാണ് അവനെ അയച്ചത്. അവിടെ അവൻ ദൈവത്തിൻ്റെ നാമത്തിനെ മഹത്വപ്പെടുത്തുവാനിട്ടിടയായി. അവിടെ അവൻ ദൈവം ആരാണെന്ന് അവരുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാനിട്ടിടയായി. അബ്രഹാം എന്നല്ല, ഇസഹാക്ക് എന്നല്ല, ഇവരൊക്കെ അവൻ ജാതികളുടെ ഇടയിൽ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വം, ദൈവത്തിൻ്റെ നാമം അവരിൽ മഹത്വം എടുക്കുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെ ഒന്നോടെ പ്രവാചകൻ എഹെസ്കേൽ പ്രവാചകന് വിവരിച്ച് പറയുന്നത് 36-ാം അധ്യായത്തിലുണ്ട്. 36-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ലോ നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമം അത്രേ ഞാൻ അങ്ങനെ ചെയ്തത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധനാമം നിമിത്തമത്രേ ഞാൻ അങ്ങനെ ചെയ്തത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. അപ്പം ജാതികളുടെ ഇടയിൽ ദൈവസഭം നിമിത്തം, ഇസ്രായേൽ ജന നിമിത്തം ദൈവനാമം അശുദ്ധമായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ വിശുദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം 36-ാം അധ്യായം എഹെസ്കേൽ 36-ന് താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജാതികളുടെ ഇടയിൽ ഇസ്രായേൽ ജനം അവരോട് കൂട്ടിച്ചേർന്ന് അവരോട് ഇടപഴകുകയും ദൈവത്തിൻ്റെ വിശുദ്ധിയും വേർപാടും അവിടെ ഒന്നുമല്ലാതാക്കി തീർത്തു, അശുദ്ധമാക്കി. ആ അശുദ്ധമാക്കിയ നാമത്തെ നീ കാണുക, നിൻ്റെ ഇടയിൽ നിന്നിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും. ഇസ്രായേൽ മക്കളുടെ ദൈവസഭയിൽ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടും. അപ്പോഴാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഈ ജനതകൾക്ക് ഒരു പ്രകാശം ലഭിക്കുക. അതുകൊണ്ട് നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനം, ജാതികളുടെ ഇടയിൽ നമ്മെ ആക്കിയിരിക്കുമ്പോൾ, ദൈവസഭ
ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിനോടുകൂടെ ഇടപഴകി പോകുവാനായിട്ടല്ല, ലോകത്തിൻ്റെ മോഹങ്ങൾക്കൊത്തു വീതം പോകുവാനായിട്ടല്ല, ലോകത്തിൻ്റെ പഠിപ്പിക്കലുകൾ ഏറ്റെടുക്കുവാനായിട്ടല്ല. ഒരു വിശുദ്ധനായ ദൈവമുണ്ട്. അവൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കണം. ലോകം അവനിലേക്ക് വരണം. അവനിൽ നിത്യജീവൻ പ്രാപിക്കണം. അവൻ്റെ പൗരോഹിത്യം സ്വീകരിക്കണം. അവൻ്റെ നാമത്തിലുള്ള രക്ഷയെ സ്വീകരിക്കണം. അവൻ്റെ നാമത്തിലുള്ള എല്ലാ അധികാരവും പ്രാപിക്കണമെന്നുള്ള ആ ഒരു ദൈവ താല്പര്യമാണ് സുവിശേഷ ഘോഷണത്തിൽ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൽ നിന്ന് ദൈവം അടങ്ങിയിരിക്കത്തില്ല. ദൈവം നിശ്ചയമായും ആ കാര്യം ജാതികളുടെ ഇടയിൽ, ദൈവസഭയിൽ കൂടി, ദൈവത്തിൻ്റെ മക്കളിൽ കൂടി മഹത്വം എടുക്കും. അങ്ങനെ പിന്നീട് നമ്മളവിടെ വായിക്കുമ്പോൾ ഞാൻ നിൻ്റെ കല്ലായുള്ള ഹൃദയത്തിനെ മാറ്റും, മാംസമായുള്ള ഹൃദയം തരും എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയൊരു ആത്മാവിനെ നിൻ്റെ ഉള്ളിൽ തരും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ദൈവം പടിപടിയായി ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് കാണിക്കുന്നത്: നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്നു, നിങ്ങൾ നിമിത്തമല്ലോ ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിക്കുവിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യസ്ഥലങ്ങളിലൊക്കെയും പണിയും. വഴിപോകുന്ന ഏവനും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടക്കുന്ന പ്രദേശത്ത് കൃഷി നടപ്പാക്കും. ഇതൊക്കെ ദൈവം നടപ്പാക്കുന്ന റിസ്റ്റോറേഷനെ, ദൈവം നടപ്പാക്കുന്ന ആ മടങ്ങി വരവിനെ ആരെല്ലാം എതിർത്താലും, ആരെല്ലാം ദൈവസഭയ്ക്ക് എതിരായിട്ട് നിന്നാലും, ദൈവമക്കൾക്കെതിരായിട്ട് നിന്നാലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങും, സകല നാവും അവനെ ഏറ്റുപറയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടായെങ്കിൽ ദൈവം അത് നടപ്പാക്കിയിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിൽ മഹത്വം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഈ ദൈവത്തിനെ അറിയത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ദൈവം ആ സമയത്ത് ആ കാര്യം വളരെ നിശ്ചയമായും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ ദൈവത്തിൻ്റെ യിരെമ്യാവിലും അതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാവിൽ 26-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ എഹെസ്കേൽ 36 കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യിരെമ്യാവ് 36 31 കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്. മടക്കി വരുത്തും, ദൈവത്തിൻ്റെ സ്വന്തയിൽ കർമ്മത്തോടെ ജീവിപ്പാൻ ദൈവം പ്രവർത്തിക്കും എന്നുള്ള കാര്യമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിൽ അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശത്തെയും അതിലുള്ളതും ഭൂമിയെയും അതിലുള്ളതും സമുദ്രം അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. അപ്പം ഇവിടെ ദൈവം, അത്യുന്നതനായ ദൈവം, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ നാമത്തിനെ അവിടെ വളരെ ശ്രേഷ്ഠമായി വളരെ ശക്തിയോടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദൈവനാമം എന്ന് പറഞ്ഞിരിക്കുന്ന ഏൽ എന്ന പദമാണ് നമുക്ക് എബ്രായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ കാനനായിട്ട് പൻതിയോൺ അല്ലെങ്കിൽ അവരുടെ ദേവന്മാരുടെ ക്രമം അനുസരിച്ച് അത്യുന്നതനായിരിക്കുന്ന സകലത്തിൻ്റെ മീതെയുള്ള ഒരു ദേവൻ, കനാന്യ ദേവസങ്കല്പം, സകലത്തിനു മീതെയുള്ള ഒരു ദേവൻ, അതിൻ്റെ കീഴിലേക്ക് ചെറിയ 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 ദേവന്മാർ, മനുഷ്യന് ഇടപെടുവാൻ കഴിയുന്ന ആ തരത്തിലുള്ള ദേവന്മാർ. ഈ സർവശക്തിയുള്ള അത്യുന്നതനായ ഏറ്റവും ഉയരത്തിലുള്ള ആ ദൈവത്തിനോട് മനുഷ്യന് ഒന്നും പറയുവാനോ അടുത്ത് ചെല്ലുവാനോ കഴിയത്തില്ല എന്നുള്ള ഒരു കനാന്യ ദേവസങ്കല്പമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഈ മധ്യസ്ഥന്മാരുടെ അല്ലെങ്കിൽ ദേവന്മാരെ മധ്യസ്ഥന്മാരാക്കി നിർത്തുന്ന
ആ ഒരു പഠിപ്പിക്കലൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. ആ ഭാഗം നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് നാം ഓർക്കുക. അത്യുന്നതനായ, അത് കനാന്യ ദേവന്മാരായാലും മറ്റ് മതങ്ങളുടെ ദേവന്മാരായാലും അത്യുന്നതനായ ദൈവം ഒരാൾ ഉണ്ട്. അത്യുന്നതനായ സർവശക്തനായ സൃഷ്ടാവായ ദൈവം ഒരാൾ ഉണ്ട്, യാഹ്. അപ്പം ഏൽ എന്ന് പറയുന്ന ആ ദൈവനാമം അത് പല നാമത്തിനോടും കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ നാമമാണ്. ആ അദൃശ്യനായ ദൈവത്തിൻ്റെ നാമം ഏലെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് ഏൽ എന്ന ആ കൂട്ടിച്ചേർത്ത് അതിനകത്ത് എൽ ഷദായ്, എൽ എലിയോൺ, അതുപോലെ തന്നെ എലോഹീം, എൽ റോയ്. അപ്പോൾ ഇങ്ങനെ ഏൽ കൂട്ടി കണക്റ്റഡ് ആയിട്ടുള്ള നാമം ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ സർവശക്തിയെയും സർവവ്യാപത്വത്തിനെയും അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടിയെയും വീണ്ടെടുപ്പിനെയും രക്ഷയെയും ഒക്കെ പ്രതിപാദിച്ചു കാണിക്കുന്ന നാമമാണ് യാഹ്വേ. ആ യാഹ്വേ എന്ന നാമം, യഹോവ എന്ന ആ നാമം, അത് അവർ അതിൻ്റെ സ്വര അക്ഷരങ്ങൾ ഉപയോഗിക്കാതെ വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആൽഫബറ്റ്സ് അവർ ഉപയോഗിക്കുന്നില്ല, YHWH. അപ്പം അത് അവർ അങ്ങനെ എഴുതുമ്പോൾ ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ഒരു യാഹ്വേ അവരുടെ രക്ഷകനായിട്ടും അവരുടെ വീണ്ടെടുപ്പുകാരനായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമുക്ക് ഈ പുറപ്പാട് അതിൻ്റെ 20:11 അതുപോലെ തന്നെ ഉൽപ്പത്തി 14:14 ഒക്കെ വായിക്കാൻ സമയം പോരാ. അപ്പോൾ അതുകൊണ്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ രക്ഷകനായ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം, അതാണ് മാനവരാശിക്ക് വെളിപ്പെട്ട ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സത്ത. ഏറ്റവും ശ്രേഷ്ഠമായ സത്ത അതാണ്. വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ. മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അനേക ദേവന്മാരുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അവർക്കാർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത, അവർക്കാർക്കും വീണ്ടെടുക്കുവാനായിട്ട് കഴിയാത്ത ഒരു വലിയ പ്രവൃത്തി യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് ഇടയായി. അത് ആ പേരിൽ അടങ്ങിയിരിക്കുകയാണ്. യാഹ്വേ എന്ന പേരിൽ അടങ്ങിയിരിക്കുകയാണ്. അവൻ രക്ഷകനാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്. അടുത്തത് എലോഹീം എന്നുള്ള ആ പദം, അവർ ഏൽ, എലിയോൺ, എലോഹീം, ഇങ്ങനെ 3 ഇബ്രായ പദങ്ങളാണ് ക്രമത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ എലോഹീം എന്നുള്ള പദം അത് ക്രിയേറ്റർ, സൃഷ്ടാവ്, അതുപോലെ തന്നെ സസ്റ്റെയ്നർ, പരിപാലകൻ, പ്രൊട്ടക്ടർ, സംരക്ഷകൻ, ഈ നിലയിലൊക്കെ നമുക്ക് എലോഹീം എന്ന ആ പദത്തിനെ നമുക്ക് കാണുവാനായിട്ട്. അത് നമ്മൾ 1-ാം അധ്യായം ഉൽപ്പത്തി 1 ആ ഒരു കാര്യമാണ് കാണുന്നത്. നമുക്ക് അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. ആ 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ പശ്ചാത്തലവും ഒരുക്കിയിട്ടാണ് പ്രകാശം, വെള്ളം, വെളിച്ചം, മൃഗജാലങ്ങൾ, സസ്യജാലങ്ങൾ, സകലവും അവന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ അവിടെ ദൈവം സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് അവൻ്റെ പരിപാലനത്തിനെയും അവൻ്റെ കരുതലിനെയും കാണിക്കുന്നതാണ്. ഇതൊന്നുമില്ലാതെ മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചിരുന്നെങ്കിലോ അത് പ്രശ്നങ്ങളാവും. നമുക്കറിയാം, അവന് വെള്ളം കാണത്തില്ല, ആഹാരം കാണത്തില്ല, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അതല്ല ദൈവം ചെയ്തത്. ദൈവം എല്ലാം ക്രമത്തിനുണ്ടാക്കി അവസാനമാണ് അത് അനുഭവിക്കുവാനായിട്ടുള്ള മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായത്. പ്രൈസ് ലോർഡ്. അപ്പോൾ നാം പറഞ്ഞു വരുന്നത് എലോഹീം. ആ എലോഹീം എന്നുള്ള ആ പദം അത്
ചിലപ്പോൾ ചില വേദഭാഗങ്ങളിൽ പ്രഭുക്കന്മാരെ അഭിസംബോധന ചെയ്യുവാനും രാജാക്കന്മാരെ, ദൂതന്മാരെ, മനുഷ്യപുത്രന്മാരെയൊക്കെ അഭിസംബോധന ചെയ്യുവാനും ചില സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അത് തെറ്റാതെ കണക്കാക്കിക്കൊള്ളണം. അപ്പോൾ ആ എലോഹീം എന്നുള്ള ആ ഒരു പദം ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ എലോഹീം എന്നുള്ള ആ രണ്ട് പദം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എലിയോൺ എന്ന ആ പദത്തിലും നമുക്ക് ആ ദൈവത്തിൻ്റെ നാമം കൂട്ടിച്ചേർത്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് മറ്റ് പദങ്ങളുമായിട്ട് ചേർത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ ദൈവം സർവശക്തനാണ്, അത്യുന്നതനാണ്, അടുത്തുകൂടാൻ വയ്യാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ്റെ ആ എല്ലാ ശ്രേഷ്ഠമായിട്ടുള്ള മഹത്വത്തിനെയുമാണ് ഈ പദങ്ങളൊക്കെ അവിടെ. ആ പദങ്ങൾ അടങ്ങുന്ന രണ്ട് വാക്കുകളാണ് അഞ്ചാം വാക്യത്തിലും 6-ാം വാക്യത്തിലും ഇവിടെ നമുക്ക് ഈ വെളിപ്പാടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവിടെ ദൈവനാമത്തിനാണ് ശ്രേഷ്ഠമായിട്ടുള്ള മഹത്വം കൊടുത്തിരിക്കുന്നത്. ആ സൃഷ്ടാവായ ദൈവം, ഉടയവനായ ദൈവം, ആ ദൈവത്തിന് ശ്രേഷ്ഠമായിട്ടുള്ള മഹത്വം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ ദൈവനാമം നിഷേധിച്ചാൽ അത് കാലത്തിൻ്റെ അവസാനം ഉള്ള ഒരു പ്രവൃത്തിയാകും എന്നും കൂടെയാണ് പറഞ്ഞത്. ഇനി കാലമില്ല. അപ്പോൾ ഈ കാലം അതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ രണ്ട് നിലയിൽ ആ കാലത്തിൻ്റെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് തുടർമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സമയത്തിനെ കാണിക്കുന്ന തുടർമാനമായിട്ടുള്ള കാലപ്രക്രിയയും അതുപോലെ തന്നെ കാലത്തിൻ്റെ അന്ത്യവും. ഈ രണ്ട് രീതിയിലാണ് കാലങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് എഴുതുന്നത്. കാലം സമീപിച്ചിരിക്കുന്നു എന്ന് യോഹന്നാനൊക്കെ വിളിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവപുത്രൻ്റെ അവതാരത്തിനുള്ള കാലം സമീപിച്ചു എന്നാണ്. ഒരു ചരിത്രത്തിലെ ഒരു പർട്ടിക്കുലർ ടൈം അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ദൂതൻ പറയുന്നതനുസരിച്ച് ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട്. അപ്പം അങ്ങനെ രണ്ട് സമയത്തിനെ നമുക്ക് ഈ കാലം എന്നുള്ള ആ നിലയിൽ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ലോർഡ്. അപ്പോൾ അത് ആ നിലയിൽ അവിടെ നിൽക്കട്ടെ. ദൈവനാമം, ശ്രേഷ്ഠമായിരിക്കുന്ന നാമം, അതിനെ മറ്റുള്ളവരിലേക്ക് പറയുക. അത് പറയുവാൻ യോഹന്നാനെ ഇപ്പോൾ ദൈവം നിയോഗിക്കണം. നീ അനേകരോട് പ്രവചിച്ച് പറയണം. നമുക്കറിയാം യോഹന്നാന് ഇവിടുന്ന് ഒരു നിർവാഹമല്ല വെളിയിൽ പോകുവാൻ. അപ്പോഴാണ് യോഹന്നാനോട് ഈ സന്ദേശം പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിലേക്കും പ്രതികൂലങ്ങളിലേക്കും വരുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഉത്തരം വരുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ശബ്ദം നമ്മെ നയിക്കുമാറാകട്ടെ. അതാണ് ആലോചന. ദൈവിക ആലോചന നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ യാതൊരു മാർഗവും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കട്ടെ, ദൈവം നമ്മുടെ വഴികൾ ഒരുക്കട്ടെ. അതാണ് ദൈവപ്രവൃത്തിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം യോഹന്നാനെ സംബന്ധിച്ച് നീ അനേകരോട് പ്രവചിക്കണം. പത്മോസിൽ കിടന്ന യോഹന്നാൻ വീണ്ടും അവിടുന്ന് മോചിതനായി അവൻ വീണ്ടും എഫെസോസിൽ വന്ന് അവൻ ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് ചരിത്രം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ്, നീ യെരുശലേമിന് എനിക്ക് സാക്ഷ്യം വഹിച്ചാൽ നീ റോമായിലും എനിക്ക് സാക്ഷ്യം വഹിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലനോട് നേരത്തെ പറഞ്ഞു. അവന് ആ ഒരു ധൈര്യമുണ്ടായിരുന്നു. കപ്പൽ ഛേദത്തിൽപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ ന്യായാധിപ സംഘത്തിൽ നിർത്തിയപ്പോഴും അവന് ഒരു ദൈവിക വാഗ്ദത്തം ഉണ്ടായിരുന്നു. നീ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതുണ്ട്. അത് അവൻ വിശ്വസിച്ചു. അപ്പോൾ പൗലോസിന് അറിയാം തൻ്റെ സമയം, ഞാൻ ദൈവം എന്നോട് പറഞ്ഞ ആ സാക്ഷ്യം പറയണമെന്ന്, റോമായിൽ എന്നെക്കുറിച്ച് നീ പറയണമെന്ന് പറഞ്ഞത് ഇതുവരെയായിട്ട് നിവൃത്തിയായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സമയം ഇതുവരെയായിട്ടും വന്നിട്ടില്ല, മരണത്തിന് സമയം വന്നിട്ടില്ല, എനിക്ക് മുമ്പേ ഒരു പ്രതികൂലവും ഉണ്ടാകത്തില്ല. ഇവിടെ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിക്കും. കപ്പൽ ഛേദമാകട്ടെ, പ്രഭുക്കന്മാരാകട്ടെ, ന്യായാധിപ സംഘമാകട്ടെ, അവിടെ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള വലിയ വിശ്വാസം പൗലോസിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവവാഗ്ദത്തങ്ങൾ പ്രാപിച്ചുവെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ വിശ്വാസ ജീവിതം കർത്താവിൻ്റെ വേലയ്ക്കായി, കർത്താവിനായി, ഒരു ശക്തമേറിയ വിശ്വാസ സമൂഹത്തിനായിട്ട് നമ്മുടെ ജീവിതത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ആ ചെറുപുസ്തകം നമുക്ക് ഉപയോഗിക്കാം.
കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആ ചെറുപുസ്തകം നമുക്ക് വാങ്ങാം, അത് പഠിക്കാം, അത് ഉൾക്കൊള്ളാം, അത് തിന്നാമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക. ദൈവവചനം ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക. അതുമാത്രമാണ് അതിൻ്റെ അർത്ഥം നമുക്ക് പ്രാഥമികമായിട്ട് പഠിക്കേണ്ടതുള്ളൂ. ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുക, അത് തിന്നുക. അത് ചിലപ്പോൾ കയ്പായിരിക്കാം, നമ്മൾ നേരത്തെ ചിന്തിച്ച കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന് അത്ര സുഖപ്രദമായിരിക്കത്തില്ല. എന്നാലും നാം അത് ഭക്ഷിച്ചാൽ അത് അനുഗ്രഹമല്ലാതെ തിന്മയായി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ദൈവവചനം നമുക്ക് ആദരിക്കാം, ആ ദൈവത്തിനെ നമുക്ക് സ്നേഹിക്കാം, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാം. ദൈവശക്തിയാൽ നമ്മളെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ദിവസം നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. യേശു ക്രിസ്തു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.